ഹായ് ഹലോ നമസ്കാരം ഗൈസ്, വെൽക്കം ബാക്ക് ടു GK വേൾഡ്. അപ്പോൾ ഇന്ന് നേരം പരപരാ വെളുത്തു. ഇന്ന് എന്ന് പറയുന്നത് 2023 ആണ്, പക്ഷേ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് 2024ലാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വ്ലോഗാണ് 2024. ഇന്ന് നമ്മൾ ഫാമിലിയായിട്ട് ചെറിയൊരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയാണ് പാലക്കാടേക്ക്. അപ്പോൾ കുതിരാനിലേക്ക് ഉള്ള വഴിയാണ്. അപ്പോൾ കുതിരാനിൽ ഈ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഞാനൊരു 3-4 തവണയാണ് ഞാൻ ഇതിൽ കൂടെ പോകുന്നത്. അപ്പോൾ നല്ല രസമാണ്. ഇന്ന് പ്രത്യേകിച്ച് മുടക്ക് ദിവസം ആയതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് രാവിലെ ആയതുകൊണ്ടും തിരക്കൊക്കെ കുറവാണ്. അങ്ങനെ നമ്മൾ നേരെ പോയത് കൽപ്പാത്തി അമ്പലത്തിലാണ്. കൽപ്പാത്തി അമ്പലത്തിൽ അവിടെ കുറേ അമ്പലങ്ങൾ ഇങ്ങനെ ചുറ്റിനും ഇങ്ങനെ ചെറിയ ചെറിയ അമ്പലങ്ങളും വലിയ വലിയ അമ്പലങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ചുറ്റിനും അമ്പലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എത്തിയത് ഇവിടുത്തെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചിട്ടുള്ള ഈ ഒരു രഥത്തിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഇതിൻ്റെ രഥോത്സവവും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ചിലർ ഈ വീഡിയോ കാണുന്നവർ നേരിട്ട് വന്ന് കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ അതിൽ ഇത്ര നാൾ വിചാരിച്ചിട്ടും എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ നവംബർ 14 ആയിരുന്നു എന്ന് തോന്നുന്നു ഇവിടുത്തെ രഥോത്സവം. അപ്പോൾ അങ്ങനെ ഈ രഥം നേരിട്ട് കാണാൻ പറ്റിയപ്പോൾ നിറയെ മൈന്യൂട്ടായിട്ടുള്ള നമ്മൾ ഈ മൂകാംബിക, ഞാനൊരു മൂകാംബിക വ്ളോഗ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ മൂകാംബിക വ്ളോഗിലൊക്കെ ഇങ്ങനെ അവിടുത്തെ രഥം വളരെ മൈന്യൂട്ടായിട്ടുള്ള ഭയങ്കര രസത്തിൽ ഇങ്ങനെ മരത്തിൽ ഇങ്ങനെ കുത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട്. സിമിലർ ആയിട്ടുള്ള ഒരേ രീതിയിലുള്ള ആ ഒരു പണി തന്നെയാണ് ഇവിടെയും കാണുന്നത്. വളരെ മൈന്യൂട്ടായിട്ട് ഡീറ്റെയിലിംഗ് ആയിട്ട് നല്ല വെൽ പോളിഷ്ഡ് ആയിട്ട് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ, ഈ ശില്പങ്ങൾ ഇവിടെ അങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. നല്ല രസമാണ്. അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾക്ക് ഇനിയിപ്പോൾ പോകേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ചൊരു പ്രീ പ്ലാൻഡോ ഒന്നും ആയിട്ടല്ല ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് പ്രീ പ്ലാൻ തന്നെ ഇല്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ രഥം അതിൻ്റെ ഭംഗിയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഇനി ഇവിടെ അടുത്ത് കുറച്ച് ലോക്കലായിട്ട് ഇങ്ങനെ ദൂരം കുറവുള്ള ആ ഒരു രീതിക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, അടുത്തടുത്ത് കുറച്ച് അമ്പലങ്ങളുണ്ട്. അപ്പോൾ ആ അമ്പലങ്ങളിലൊക്കെ നമുക്കൊന്ന് നടന്ന്, വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് ഇവിടെ നിന്ന്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് നടന്നൊന്ന് പോയി കാണണം. അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യണം. കുറച്ച് സ്ഥലങ്ങൾ ഇങ്ങനെ നടന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ വണ്ടി, നമ്മൾ വന്നിട്ടുള്ള വണ്ടി അവിടെ പാർക്ക് ചെയ്തേക്കാണ്. അപ്പോൾ നമുക്കിങ്ങനെ നടന്ന് കാണാം. അങ്ങനെ നമ്മൾ പറഞ്ഞത് പ്രകാരം അങ്ങനെ കുറച്ച് ദൂരം അങ്ങനെ നടന്ന് എത്തിയപ്പോൾ, കുറച്ച് ദൂരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 750 മീറ്റേഴ്സ് നമ്മൾ നടന്നിട്ടുണ്ട് ആസ് പെർ ഗൂഗിൾ മാപ്പ് പ്രകാരം. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്നെത്തിയ ഒരു ക്ഷേത്രമാണ് ഈ ഒരു ക്ഷേത്രം. അതൊരു അത്ര വലിയ പഴക്കമുള്ള ക്ഷേത്രമായിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ ഈ ഒരു കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ പണിതായിട്ടുള്ള ക്ഷേത്രമാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ അതിനുശേഷം നമ്മൾ വീണ്ടും നടന്നെത്തി വേറൊരു സ്ഥലത്തെത്തി. അവിടെ തന്നെ അടുത്തടുത്ത ക്ഷേത്രങ്ങളാണ്. ഇതൊരു മാരിയമ്മൻ ക്ഷേത്രമാണ്. അപ്പോൾ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആരുടെയെങ്കിലും കീഴിലുള്ള അമ്പലമാണോ എന്ന് എനിക്കറിയില്ല. ഇതും വലിയ പഴക്കമൊന്നുമില്ല. 8ാം പ്രതിഷ്ഠാ ദിനം എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ 8 വർഷം ആയിരിക്കും ഇതിൻ്റെ പഴക്കം എന്ന് പറയുന്നത്. ഇതിന് ചുറ്റിനും ഇങ്ങനെ നല്ലൊരു കുളമുണ്ട്. നല്ല കുളമാണ്, നല്ല വലിയൊരു കുളമാണ്. പക്ഷേ ഈ കുളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്രയും വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് കൃത്യമായ നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. കണ്ടോ, ഈ മൂലയ്ക്കൊക്കെ ഇങ്ങനെ നല്ല കനത്തിലാണ് ഇങ്ങനെ വേസ്റ്റ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഈ ടെമ്പിളിൽ നിന്ന് നമ്മൾ പോകുന്ന വഴിയാണിത്. നല്ല പ്രകൃതി രമണീയമായ പാലക്കാടിൻ്റെ ആ ഒരു തനതായിട്ടുള്ള ആ സൗന്ദര്യവും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. അല്ലല്ലോ പിന്നെ നമ്മള് അവിടെ നോക്കുക, അവിടെ കണ്ട എവിടെ അത് കണ്ടു. പച്ച മഞ്ഞ വെള്ള എന്ത് പൂവണോ? പൂവല്ല, പൂവും കൊറേ അല്ലേ പൂവൊക്കെ. നമ്മൾ മലമ്പുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കൽപ്പാത്തിയിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നേരെ എത്തിയത് മലമ്പുഴ ഡാമിലേക്കാണ്. ആക്ച്വൽ പ്ലാൻ എന്ന് പറയുന്നത് ധോണി വാട്ടർഫോൾസ് ഉണ്ട്, അവിടേക്ക് പോകാമെന്നായിരുന്നു പ്ലാൻ. അവിടെ 10:30ക്കും 1:30ക്കും 2 സ്ലോട്ടുകളാണുള്ളത്. പക്ഷേ 10:30യുടെ സ്ലോട്ടിന് നമ്മൾ ആ ഒരു ടൈം നമുക്ക് അത്ര അങ്ങോട്ട്
ഒത്തു വന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു പ്രീ പ്ലാൻ ചെയ്യാത്ത ഒരു യാത്ര ആയതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ ചെറിയൊരു പ്രശ്നം വന്നു. പിന്നെ ഇവിടെ നമ്മൾ മലമ്പുഴ ഗാർഡനിലേക്കാണ് നേരെ വന്നത്. ഇവിടെ സ്നേക്ക് പാർക്കും അതേപോലെ ചിൽഡ്രൻസ് പാർക്ക്, കുട്ടികൾക്കുള്ള ബാക്കി എല്ലാ സംഭവങ്ങളും, പിന്നെന്തോ എന്താ പറയുക അക്വേറിയം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ കയറി വന്ന ആ എൻട്രൻസിൽ തന്നെ ഇവിടെ അങ്ങനത്തെ ഫ്ലവർ ഷോ ഒക്കെ ഉണ്ട്. വെക്കേണ്ടതായിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സാണ് ഈ കാണുന്നത്. ഇന്ന് വിഹാൻ വ്ലോഗ് എടുത്ത് പഠിക്കുകയാണ് ഗൈസ്. ആ ട്രീ ഉണ്ട്. പറയും പറയും വളവളാങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ഇതോടൊന്ന് വാങ്ങിക്കാൻ പറ്റുന്നുള്ളൂ കേട്ടോ അല്ലേ? ഇല്ല. ഓ ഫ്ലവർ ഷോ. നമ്മളായിട്ട് വ്ലോഗ് എടുക്കുകയാണ് വിഹാൻ. യെസ്, വിഹാൻ ജോയിൻ ചെയ്ത് തന്നെ ഞാനായിട്ട്. വിഹാനും ഞാനും കൂടിയിട്ടുള്ള ഒരു കൊളാബാണ് അല്ലേ? സൂപ്പർ സൂപ്പർ പൂകളാണ്. ഞാൻ ബാക്ക് ക്യാമറ എടുത്ത് കാണിത്തരാം. അവിടെ നോക്കൂ. എവിടെ കൊക്കുകളുടെ കഴുത്ത് നിറച്ചു പൂവ്. അവര് പോയിട്ട് നല്ല കളർഫുൾ ആയിട്ടിരിക്കണല്ലേ. എന്തൊരു സോറി കണ്ടി അതിൽ കയറണോ? അതിൽ കയറാൻ പുറത്തെ വഴി കൂടെ വരണം. വിഹാൻ കണ്ടോ? വിഹാൻ അതിൽ മീനുണ്ടടാ. മീനില്ലേ ഇതില്? അതിനുള്ള മീനാ കണ്ട പോലെ തോന്നിയത് ഇല്ലേ? പച്ച സാധനല്ല. റോപ്പേ അങ്ങനെയാണ്. അവിടെയാണ് ടിക്കറ്റ്. വേണമെന്നുണ്ടെ ഇപ്പൊ പച്ചത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. വേണേ പോട്ടാ. തിരിച്ചിറങ്ങി വരുമ്പോ മറ്റേ മല ഇങ്ങനെ അവിടെ സൂര്യകാന്തി നിനക്ക് അങ്ങനെ പറയാം. കണ്ടൂടാ ഗൗരി. നമ്മള് ഇങ്ങനെ വന്നിരിക്കുകയാണ് ഗൈസ്. അമ്മക്ക് ഇഷ്ടമുള്ള പല ടൈപ്പ് ഓഫ് റോസ്. ഇങ്ങനത്തെ റോസ് ഇപ്പൊ വീട്ടിലുണ്ടായിരുന്നു. നീ അപ്പൊ ഗാർഡനിങ് ഉണ്ടോ അവിടെ വീട്ടില്? ഞങ്ങളോ ഇവിടെ റിഷാൻ എന്തോ ഡിസ്കഷനിലാണ്. ആ റിഷാൻ മരത്ത് മേറിയാണോ? മരത്ത് മേറിയിരുന്നോ? ഇരിക്കേ കേറ്റെടുത്ത് ഐ തല നോക്ക്, തല നോക്ക്. ഒമ്പടാ നിക്ക് ഇവിടേക്ക് മതി മതി. ഞാൻ മണ്ട അങ്ങോട്ട് വീഴും. ഇഗോ വാ പോവാ. മാമെടുക്ക വാ വാ. അതല്ലേ പറഞ്ഞേ, അത് പിടിച്ചു കൊണ്ടിട്ടുണ്ടായിരുന്നു. നമ്മള് ചെടി തോട്ടം ഉണ്ടാക്കണേലൊക്കെ ഒരു ശുഷ്കാന്തി. ശ്രീകുമാറിന്റെ വണ്ടിയിൽ പോയുണ്ട്. അവരുടെ ഫോട്ടോഗ്രാഫി കഴിഞ്ഞിട്ടില്ലേ? ഗൗരി ചേച്ചിയാ?
ആ ഗൗരി ചേച്ചിയല്ലേ വ്ളോഗ് ചെയ്ത എന്താ ഗൗരി ചേച്ചിക്ക് ഗൗരി ചേച്ചിയോട് ഇനി സ്ഥലങ്ങളിലൊക്കെ പൊട്ട സ്ഥലമല്ലല്ലോ, അത് നല്ല സ്ഥലമല്ലേ? അവര് എല്ലാം ഉണ്ടാക്കാൻ പറ്റത്തെ കുറെ സ്ഥലം തല്ലിക്കൊള്ളു അങ്ങനെ പറയരുത്. നടക്കളി ഇതിൽ ഈ മരങ്ങളൊക്കെ കണ്ടാവിക കൊട പോലെ സെറ്റാക്കി വെച്ചേക്കാണ്. ഇത് ടെഡ്ഡി ബെയർ ഇതോ? ഒരു വട്ടം ഇവിടെ വെള്ളം പോണുണ്ടോ? നീ വെള്ളം പിന്നെ ഇതൊരു ഹെൽമെറ്റ് എടാ ഇതിങ്ങനെ പോകുമ്പോ നമുക്ക് മേലെ നിന്നുള്ള കാഴ്ചകൾ ഇങ്ങനെ കാണാൻ പറ്റും. താഴേക്കുള്ളത് അവിടെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇവിടെ വെള്ളം ഉണ്ടായിരുന്നതാണ്, പക്ഷെ ഇവിടെ വെള്ളം വറ്റിച്ച് കളഞ്ഞു അല്ലേ? സ്വിമ്മിംഗ് പൂളല്ല, ജസ്റ്റ് ഒരു ഇതുപോലെ ഫൗണ്ടെയിൻ ഇല്ല. ആ ഫൗണ്ടെയിൻ ഉണ്ടല്ലോ, വർക്കിംഗ് അല്ല. അല്ലേ? കണ്ടോ ഇതോ ചെണ്ടുമല്ലിയുടെ കളർ കണ്ടോ? നല്ല കളറാ, നല്ല കളറല്ലേ? നല്ല റെഡ് കളർ അതൊക്കെ ഫുള്ള് വെച്ചേക്കാം. യഥാർത്ഥ ലേഡിയാണോ അപ്പൊ അവരിങ്ങനെ ഈ ഒരു ക്യാമറ ഷോ കാണിക്കുന്നു. നമ്മള് മേലേക്ക് കയറണം. നമുക്ക് ഇതിലൂടെ കയറാൻ പറ്റില്ല. ഇതിങ്ങനെ ഈ ഏണിയുണ്ടോ ഇത്? അങ്ങനെ കയറാം. അങ്ങനെ കയറാൻ പറ്റില്ലല്ലോ. പറ്റില്ലേ? കണ്ടോ അങ്ങനെ കയറാൻ പറ്റും. ആരും കയറുന്ന കാണുന്നില്ലല്ലോ. ഇഗോ വെള്ളം വരണോ അവിടെ നിന്ന്? നോക്ക് എവിടേക്കോ വാട്ടർഫോൾസ് ഒന്നല്ല, ഇത് വാട്ടർഫോൾസ് തന്നെ ഉണ്ട്. ഇത് നമ്മുടെ ആ ഡാമിൽ നിന്നുള്ള വെള്ളം അങ്ങോട്ട് വരണതാണ് സ്പില്ല്. ആ നോക്ക് ഇത് കണ്ടോ, ഒരു തിരമാല വരുന്ന പോലെ വരണ. എന്താലേ എന്ത് ഫോഴ്സല്ലേ ഇതിനുള്ളിൽ വീണ നോക്ക്. മന്ദാരമാണ്. എന്താണ് അമ്മയുടെ ചെടി കളക്ട് ചെയ്യണമെന്നാണോ? ദാ ഇത് കൂടെ ഇത് പൊട്ടിച്ചാല് വെള്ളം തെറിച്ചു വരില്ലേ? Yes, I'm following you. നോക്കിട്ട് മണ്ടടിക്ക് പറ്റ സാധനം. ഓ സിമ്പിളായില്ലേ? സിമ്പിൾ. എന്നിട്ട് നീ ഇങ്ങനെയുള്ള നടക്കണേ. നമ്മളങ്ങനെ നടന്ന് അതിൻ്റെ മേലേക്ക് എത്തി, അതായത് മലമ്പുഴ ഡാമിൻ്റെ മേലേക്ക് എത്തി. ഇവിടെ വാന നിരീക്ഷണ കേന്ദ്രമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ സമയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാലത്ത് 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെയോ മറ്റുമാണ്. പ്രവേശന ഫീസ് എന്ന് പറയുന്നത് 5 രൂപയാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അത് ഏത് കാലത്തെയാണെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ആ സെക്യൂരിറ്റിക്കാരനോട് ചോദിക്കാൻ നിന്നപ്പോൾ പുള്ളി വേറെ എന്തോ ഒരു ആളായിട്ട് സംസാരിച്ചുകൊണ്ട് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ചോദിക്കാൻ നേരം കിട്ടിയില്ല. നല്ല കാറ്റാണ്, നല്ല രസത്തിലുള്ള കാറ്റാണ് അവിടെ.
ഏകദേശം ഇപ്പോൾ സമയം 12 മണി ആയിട്ടുണ്ട്. നല്ല കാറ്റാണ്. ഇവിടെ പട്ടം പറത്താനുള്ള കാറ്റുണ്ട് ഗൈസ്. ഞങ്ങൾ പട്ടം മേടിച്ചു, പക്ഷെ അത് അച്ഛമ്മയുടെ അവിടെയാണ്. പട്ടം പറത്താനുള്ള കാറ്റുള്ള സ്ഥലമാണിത്. എവിടെ? ഇല്ലില്ല, എനിക്ക് അപ്പൊ ഇത് വീഡിയോ എടുക്കാൻ പറ്റില്ല. വീഡിയോ എടുത്തോ. ഇവിടുത്തെ വ്യൂ നല്ല വ്യൂ അല്ലേ? ഇരുവശങ്ങൾ നല്ല വ്യൂ ആ. വ്യൂ ഇവിടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതില് മുതലൊക്കെ ഉണ്ട് കേട്ടോ. ഇതില് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പം സൂപ്പർല്ലേ? സൂപ്പർല്ലേ? അയ്യോ വാ 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 വാ. ആ പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട്. വാ വാ വാ. ഒരു മിനിറ്റ്, ബോട്ടിങ് പോകാനായിട്ട് നമുക്ക് മലമ്പുഴ യക്ഷി. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ, ആ മലയുടെ വ്യൂ, പ്രത്യേകിച്ച് ഈ നേരം ആയതുകൊണ്ടാണോ എനിക്കറിയില്ല, നല്ല നട്ടുച്ച വെയിലും ഉണ്ട്. അപ്പോൾ ആ വെയിലിനനുസരിച്ച് കാറ്റുണ്ട്. വെയിലിൻ്റെ ആ ഒരു ഇത് നമ്മൾ അറിയുന്നില്ല. എന്നാൽ കൂടി ആ വെയിലത്ത് ഈ മലനിരകൾ കാണാനായിട്ട് നല്ല പ്രത്യേക ഭംഗിയാണ്. അത് എടുത്തു പറയേണ്ട. അതിപ്പോൾ മലമ്പുഴ എന്നല്ല, ഏത് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ പോയാലും ആ ഒരു മല ഇങ്ങനെയുള്ളൊരു വ്യൂവിൽ നിന്നൊക്കെ കാണുമ്പോൾ നല്ല രസമാണ്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഡാമിൽ നിന്ന് ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുള്ള വെള്ളമാണിത്. അപ്പോൾ ആ കെട്ടി നിർത്തിയ വെള്ളം ആയതുകൊണ്ടായിരിക്കും അതിൻ്റെ ഫ്ലോ ചെയ്യാത്ത കാരണം കൊണ്ട് അതിനൊരു പ്രത്യേക ഒരു പച്ച കളറാണുള്ളത്. പിന്നെ മറ്റേ ഈ പച്ച കളറല്ലാതെ അപ്പുറത്ത് ആ ഒരു പാലത്തിൻ്റെ അടിയിലുള്ള ഭാഗം എന്നൊക്കെ പറയുന്നത് ബോട്ടിങ് നടക്കുന്ന ഭാഗമാണ്. അപ്പോൾ അവിടെ നമുക്ക് മലമ്പുഴ യക്ഷിയുടെ ആ ഒരു സ്റ്റാച്ചുവിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിട്ട് ബോട്ടിങ് സംവിധാനമുണ്ട്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു 100 രൂപയാണെന്ന് തോന്നുന്നു പെർ ഹെഡിന്. നമ്മൾ ആ ഭാഗത്തേക്ക് അധികം പോയില്ല. നമുക്ക് നേരം അധികം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആ ഒരു ബോട്ടിങ് സെക്ഷൻ്റെ അവിടേക്ക് നമ്മൾ പോയിട്ടില്ല. അപ്പോൾ കൃത്യമായിട്ട് ടിക്കറ്റ് ചാർജ് എനിക്കറിയില്ല. ഇത് ജസ്റ്റ് ഒന്ന് ഈ ഓവർ ബ്രിഡ്ജിലൂടെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ അവിടെ കാണുന്ന വ്യൂസാണ് മാത്രം നമ്മളിങ്ങനെ പകർത്തിക്കൊണ്ടാണ് പോകുന്നത്. രക്ഷയില്ലാത്ത കാറ്റാണ് അവിടുത്തെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ഒരു അഡ്വാൻറ്റേജ്. അങ്ങനെ നമ്മളിവിടെ നിന്ന് താഴേക്ക് ഇറങ്ങാനുള്ള ആ ഒരു ക്യൂലാണ്. ഇവിടെ ഒറ്റ വരിയാണ്, അതായത് ഓരോരുത്തർക്കും മാത്രം കടന്നു പോകത്തക്ക രീതിയിലാണ് അതിൻ്റെ താഴേക്കുള്ള ആ ഒരു സ്റ്റെപ്പിൻ്റെ ആ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ക്യൂ ആണ്, ക്യൂവിൽ നിന്ന് വെയിറ്റ് ചെയ്തുകൊണ്ട് വേണം നമുക്കങ്ങനെ ഇറങ്ങാനായിട്ട്. സീസണല്ലേ? ഇവിടുന്ന് അങ്ങോട്ട് അപ്പുറത്തെ ബോർഡറിൽ തമിഴ്നാട്ടായ കാരണം അവിടെ കൂടുതൽ ഇത് തന്നെയല്ലേ, ആ പഴനി പോകുന്ന റൂട്ടൊക്കെ അവർക്ക് ഇതെന്നാണ്. നമ്മൾ വെള്ളത്തുനിന്ന് അങ്ങനെ നമ്മളിതൊക്കെ കഴിഞ്ഞൊരു ഐസ്ക്രീം, ഒരു 3 പേർക്കുള്ള ഐസ്ക്രീം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. 3 പേർക്കെന്ന് പറയുമ്പോൾ അവിടെ പിള്ളേർ വാശി പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വിഹാനും ഋഷാനൊക്കെ കൂടിയിട്ടാണ് ഈ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുള്ളത്.
സോ അവർക്ക് ഐസ്ക്രീം വേഗം തന്നെ വാങ്ങിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ പതിയെ പതിയെ വരുന്ന ആളുകൾക്കും ഐസ്ക്രീം ഇതേപോലെ വേണമോ വേണ്ടയോ എന്നൊക്കെ ചോദിച്ചിട്ട് വേണം നമുക്ക് വാങ്ങിക്കാനായിട്ട്. എന്ത് കഴിഞ്ഞില്ലേ ഇപ്പോ? പോവാം. നമ്മളങ്ങനെ നടന്നുകൊടുത്തി ഗൈസ്. ഇവിടെയാണ് സ്പീഡ് ബോട്ട് അല്ലേ? സ്പീഡ് ബോട്ടിന് എത്രയാ നമുക്കറിയില്ല പൈസ. ഇതാണ് പോകാൻ ആഗ്രഹമുണ്ടോ? ഇത് പോകാൻ ആഗ്രഹമുണ്ടോ? അപ്പൊ നമുക്ക് നോക്കി നോക്കാം പോകാനായിട്ട്. ഉറപ്പില്ല, നമുക്ക് നമ്മുടെ ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ധോണി വാട്ടർഫോൾസിലേക്ക് പോകണം. നല്ല തെളിഞ്ഞ വെള്ളമാണോ അതോ കലങ്ങിയ വെള്ളമാണോ അറിയില്ല. നമ്മളെന്തായാലും വാട്ടർഫോൾസിലേക്ക് ഇതില് കയറാൻ. പാർക്കിനേക്കാളും നല്ലത് കൈ ഇവിടെ ഇട്ടുണ്ടല്ലോ ഇവിടെ. അത് ഐസ്ക്രീം കഴിച്ചിട്ടല്ലേ? മര്യാദക്ക് കൈ കഴുകണ്ട. മര്യാദക്ക് കൈ കഴുകണമായിരുന്നു. കൈ കഴുകിയില്ലല്ലോ. ഐശ്വര്യ ചേച്ചിയുടെ വെള്ളം കുപ്പിയിലത്തെ വെള്ളം. നോക്ക് ഇതാണ് കേട്ടോ. ഇതൊരു തൂക്കുപാലമാണ്. ഓക്കെ കണ്ടോ? തൂക്കുപാലം കുഴപ്പമില്ല അല്ലേ? ഇളകുന്നുണ്ട്. ബോട്ട് ബോട്ട് കണ്ടോ? ബോട്ടാണ്, മോട്ടോർ ബോട്ടാണിത്. നേരത്തെ ഇങ്ങനെ പെട്ടച്ചട്ടപ്പം ഉണ്ടായിരുന്ന ഗഡികളെ അല്ലേ? ആ പക്ഷെ ഇപ്പൊ നമുക്കതില് ഇപ്പൊ ടൈമില്ല. ഏത് ആ ബോട്ട് മറ്റേ പെഡൽ ബോട്ട് അല്ലേ? പെഡൽ ചെയ്ത് പോവാണ്, പതുക്കെ പോകണം. നമുക്കിപ്പോ സമയമില്ലാത്തത് കൊണ്ടാണ് കഴിച്ചില്ലെങ്കിൽ നമ്മള് ഇവിടെ അല്ലേ പൂണ്ട് വിളയാടിയാണ് നമ്മള്. ബസ്സിൽ കയറണം. ട്രാവലറിൽ കയറണം ഗൈസ്. വാട്ടർഫോൾസിലേക്ക് പോകണം. ഫുഡ് കഴിക്കണം, വാട്ടർഫോൾസിൽ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വിശേഷങ്ങളിലേക്ക് കിടക്കാം അല്ലേ? ഓക്കെ. ഒന്നും നമ്മള് പണിയെടുക്കണ്ട, എല്ലാം ചെയ്തോളൂ. യക്ഷി അവിടെ അല്ലേ? അവിടെ ആ യക്ഷി അവിടെ. അതാ നമുക്ക് ഇത് കൂടെ പോവാം. ആ ശരിയാ, അത് കുഴപ്പമില്ല, പ്രശ്നമില്ല. ഈ തലയിൽ ഇതിട്ട് അല്ലല്ല ഇതാ അമ്പലാണ്. അമ്പല് അല്ല, താമര എങ്ങനെയല്ല, ഇതാ അമ്പലാണ്. ആ അത് താമരയാ. അത് ഇതെല്ലാം താമരയാണോ? പക്ഷേ ഇത് അത് ആ വട്ടനുള്ള ഇലയില്ലേ, അത് താമര അല്ലേ? പക്ഷെ ഇങ്ങനത്തെ ഈ ഇല ആമ്പല്. ആ അതന്നെ ഞാൻ പറഞ്ഞില്ലേ, മനസ്സിലായ? മിക്സ് ചെയ്തിട്ടാണ്. ഈ ഇങ്ങനത്തെ ഇല കണ്ടോ? പൊന്തി വരുന്ന ഇല കണ്ടോ? അങ്ങനത്തെ അല്ല, അത് താമര. ആ പൊന്തി വരുന്നത് താഴ്ന്നു കിടക്കുന്നത് ഇങ്ങനത്തെ സാധനം ഇല്ലേ, അതിന്റെ ബാക്ക് സൈഡൊക്കെ കാണണില്ലേ, അതാമ്പല്. ബോട്ടിങ്ങിന് പോണോ? ഇത് മുള്ളുള്ള ടൈപ്പാണോ? അത് നമ്മളുടെ ഇതിൽ നിന്ന് ആര് നീയല്ലേ? മാമ കൊരങ്ങന്നാ? അത് വല്യമ്മക്ക് കാണിച്ചു കൊടുക്ക്. മാമ കൊരങ്ങന്ന് എവിടാ? ആടാ, അയ്യോ ഒന്നും നോക്കണ്ടാ, മൊബൈലടക്കം പോവും. രണ്ടുപേരും അവിടെ ഇരിക്കണു. രണ്ടല്ല, അതെ അവിടെ ഇരിക്കുന്നു.
കല്ലല്ല കല്ലല്ല ഞാനാ പൊട്ടിച്ചേ. ഇത് കടലാസ് പൂവാണ്. അല്ല ഇതാണ് നേരത്തെ ഐശ്വര്യ ചോദിച്ചത്. ഇത് ഇതല്ലേ കടലാസ് പൂ. അത് പല പല കളേഴ്സിലുണ്ടല്ലോ. നമ്മളെവിടേക്കാ പോകുന്നത്? എവിടേക്കാ പോകുന്നത് നമ്മള്? മലയിലേക്കല്ല, ധോണി വാട്ടർഫോൾസ്. എവിടേക്കാ പോകുന്നത്? ധോണി വാട്ടർഫോൾസ്. അവിടേക്കാണ് പോണേ. ഫുഡ് കഴിക്കുന്നു, ധോണി വാട്ടർഫോൾസിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞാൽ നമ്മള് പ്ലാൻ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മള് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനോട് കൂടിയിട്ടുള്ള ട്രിപ്പ് ഒന്നല്ല ശരിക്കും പറഞ്ഞത്. റാൻഡമായി നമ്മൾ തോന്നുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നു. ഓക്കെ, അപ്പോ ധോണിയിലെത്തിയിട്ട് കാണാം. ഇവിടെ ഞാൻ ലാസ്റ്റ് വരുന്നത് 2017 അപ്പോൾ 2017 വരുമ്പോൾ ഇത് അത്ര വലിയ ഒരു ക്രൗഡുള്ള ഒരു സ്ഥലവും അല്ല. ആളുകളൊക്കെ അറിഞ്ഞ് വരുന്ന ഒരു സ്ഥലമായി കൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിലാണ് ഞാനിവിടെ എത്തുന്നത്. കോളേജിലെ 3 ഫ്രണ്ട്സുമായിട്ടാണ് വരുന്നത്. അപ്പോഴൊന്നും ഈ പറയുന്ന ഒരു കുങ്കിയാനകളെ ഇവിടെ നിർത്തുന്ന ആ ഒരു പരിപാടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഈ റൈറ്റ് സൈഡിലൊക്കെ കാണുന്ന മരങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചതാണ്. അങ്ങനെ ഇവിടെ താഴെ നിന്ന് 4 കിലോമീറ്റർ ആണ് ഈ പറയുന്ന ധോണി വാട്ടർഫോൾസ് വരെ ഉള്ളത്. അപ്പോൾ 4 കിലോമീറ്റർ നമ്മൾ പതുക്കെ റെസ്റ്റ് എടുത്ത് പതിയെ നടന്നത് കാരണം കൊണ്ട്, അമ്മയ്ക്കുള്ള കാരണം കൊണ്ട് പതുക്കെയാണ് നടന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം 1.5 മണിക്കൂറിന് മേലെ പോയിട്ടുണ്ട്. ജസ്റ്റ് ഒരു 1.25 മണിക്കൂറോളം നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് കവർ ചെയ്യാനായിട്ട്. അങ്ങനെ ഇവിടെ വന്ന് നല്ല രസമാണ്. അന്ന് ഈ ഗ്രില്ലും കാര്യങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ഞാൻ 2017 ഇവിടെ വരുന്ന സമയത്ത് ഈ ഗ്രില്ലോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് അവിടേക്ക് ഇറങ്ങാൻ സുഖമായിരുന്നു. പിന്നെ ഇവിടെ വന്ന് കുറച്ച് പേരൊക്കെ അപകടത്തിൽ പെട്ടതായിട്ട് ഇപ്പോൾ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അന്ന് ആ ബോർഡൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അന്ന് ഫോറസ്റ്റ് ഗാർഡ് പറഞ്ഞതായിട്ട് നമുക്കതിൽ ഓർമ്മയുണ്ട്. അന്ന് ഇവിടെ വന്നിട്ടൊരു ഫാമിലിയിൽ ഒരു മകനും അച്ഛനും നമ്മൾ ആ വാട്ടർഫോൾസിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഗർത്തമുണ്ട്, ഒരു കുഴിയുണ്ട്. അപ്പോൾ ആ കുഴിയിൽ വെള്ളം കാരണം കൊണ്ട് നമുക്കത് കാണാൻ പറ്റില്ല. അപ്പോൾ ആ കുഴിയിൽ പെട്ടിട്ട് അവർ മരിച്ചതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ പല അപകടങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രില്ലും കാര്യങ്ങളൊക്കെ അവർ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ വന്യമൃഗങ്ങൾ ഇഷ്ടംപോലെ കാണുന്നതാണ്. വരുന്ന വഴികളിലൊക്കെ നമ്മളിങ്ങനെ വന്യമൃഗങ്ങൾ, ഇവിടെ കാണുന്ന വന്യമൃഗങ്ങളുടെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ വീഡിയോയുടെ തുടക്കത്തിലും കാര്യങ്ങളൊക്കെ ഈ കാട്ടിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്കങ്ങനെ കാണുന്ന ആ ഒരു പല പല ബോർഡുകളും കാണാം. അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ നല്ല രസമാണ്. ഇപ്പോൾ ഇവിടെ വെള്ളം കുറവാണ്, എന്നാൽ കൂടി നല്ല രസമാണ്. നല്ല തണുപ്പാണ് വെള്ളത്തിന്. ആ ഒരു ഗൗരി ചേച്ചിനെ പിടിക്കേ കല്ലാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഓ, ഇത് മറ്റേ സെൻസർ ബോർഡിന് കൊടുക്കേണ്ടി വരും. സെൻസർ ബോർഡിന് കാരണം കിടക്കട വിഗു കിടക്കട അതന്നെ നോട്ടെ അതന്നെ അങ്ങനെ നീന്ത അതന്നെ അങ്ങനെ തന്നെ. ഇവിടെ കുറച്ചുകൂടി ആഴുണ്ട് ഇവിടെ. ഓക്കെ ഓക്കെ, വേണ്ട 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 വേണ്ട, മാമ പിടിക്കാൻ വേണമെങ്കിൽ അവിടെ നിന്നോ നീ. നന്നായി പറഞ്ഞ പോലെ. ഇവന് ഒരു രക്ഷയില്ല. ആ ഗൈസ്, ഞാൻ നീന്താണ്. അത് യൂട്യൂബില് വീഡിയോയില് കിട്ടും. ആസ്വദിച്ച് തീർക്കട്ടെ അല്ലേ.
നോക്ക്, അടങ്ങി ഒതുങ്ങി. അവിടെ ഇല്ല. അങ്ങനെ നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. കാട്ടിൽ നിന്ന് നമ്മൾ തിരിച്ച് മടങ്ങുകയാണ്. കാട്ടിൽ നിന്ന് തിരിച്ച് മടങ്ങുകയാണ്. ഓ, ധോണി വാട്ടർഫോൾസ്. അയ്യോ, വയ്യാണ്ടായില്ലേ? എങ്ങനെയുണ്ടായിരുന്നു ട്രക്കിംഗ്? അതിന് നിനക്ക് ട്രക്ക് ചെയ്യേണ്ട വന്നിട്ടില്ലല്ലോ, നീ എല്ലാം എൻ്റെ കൊത്തായിരുന്നില്ലേ അല്ലേ? ചുരുളി മരത്തിൻ്റെ പേര് ചുരുളി. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങുന്നത് നേരെ കവയിലേക്കാണ് പോകുന്നത്. വീണ്ടും മലമ്പുഴയുടെ അപ്പുറത്തെ സൈഡിലേക്കാണ് പോകുന്നത്. ഈ വീഡിയോയ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. അമ്മ ആദ്യമായിട്ടാണ് ചുരിദാർ ഇടുന്നത് ഞാൻ കാണുന്നത്. ചുരിദാർ ഇട്ടുകൊണ്ട് അമ്മയുടെ ലൈഫിൽ ആദ്യത്തെ ദിവസമാണ് ഇന്ന്. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് കവയിലേക്കാണ്. കവയിലേക്ക് നമ്മൾ രാവിലെ പോകാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ സമയം ഇവിടുത്തെ ടൈമിങ്ങുമായി ഒത്തുപോകാത്ത കാരണം കൊണ്ടാണ് നമ്മൾ കവ വീണ്ടും ഇതേ റൂട്ടിക്ക് തന്നെ വൈകിട്ട് വരാൻ ഉദ്ദേശിച്ചത്. ധോണി വാട്ടർഫോൾസിൽ നിന്നും നമുക്ക് ഏകദേശം 19 കിലോമീറ്ററോളമാണ് നമുക്ക് കവയിലേക്കുള്ളത്. അപ്പോൾ ഒരു അരമണിക്കൂറോളമാണ് നമ്മുടെ ട്രാവലിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ രാവിലെ വന്ന സ്ഥിതിക്ക് നമുക്ക് മലമ്പുഴ കണ്ട് കവയിൽ പോകാമായിരുന്നു. എങ്കിൽ കൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ധോണി വാട്ടർഫോൾസിലേക്ക് പോകേണ്ടത് കൊണ്ട് അവിടുത്തെ ടൈമിങ് നമ്മുടെ കറക്റ്റ് 2 സ്ലോട്ടുകളാണുള്ളത്, 10:30-ക്കും 1:30-ക്കും. അപ്പോൾ 10:30-ക്ക് നമുക്ക് എത്താൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ആ പ്ലാൻ ചേഞ്ച് ചെയ്ത് മലമ്പുഴയിലേക്ക് പോയത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ടൈം ഉണ്ടായിരുന്നില്ല നമുക്ക് കവയിലേക്ക് വരാനായിട്ട്. പിന്നെ കവയിലേക്ക് സൺസെറ്റ് കാണാം എന്നുള്ള ഉദ്ദേശത്തിലാണ് പിന്നീട് പ്ലാൻ അങ്ങനെ ഒരു ചേഞ്ച് വരുത്തിയത്. അങ്ങനെ നമ്മൾ കവ ഐലൻഡിലേക്ക് എത്തി. പക്ഷെ കവ ഐലൻഡിൽ ഈ പറയുന്ന പോലെ ഇതിപ്പോൾ എൻ്റെ ഫസ്റ്റ് ടൈമാണ് കവ ഐലൻഡ്. നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഒക്കെ കണ്ടിട്ട് വന്നതാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ആ ഒരു പച്ചപ്പും ആ ഒരു സമയമൊക്കെ വെള്ളത്തിൻ്റെ അളവും കൂടുതലുള്ളത് ശരിക്കും പറഞ്ഞാൽ മഴക്കാലത്താണ്. മഴക്കാലത്ത് എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ നമ്മളിപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗം മൊത്തം വെള്ളം നിറഞ്ഞ് ഇരിക്കുമെന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നല്ല ചോളവും കുറച്ച് ഉപ്പിലിട്ട മാങ്ങയും അതേപോലെ തന്നെ പൈനാപ്പിൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടത് നമ്മളിവിടെ ഇരുന്നിട്ടൊന്ന് ഈ ഒരു സായാഹ്നം അങ്ങനെ ജസ്റ്റ് ഒന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ തൃശ്ശൂർ വീട്ടിൽ നിന്ന് രാവിലെ 6:30-ക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ നല്ല ടയേർഡാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഉച്ചക്കലത്തേക്ക് ഭക്ഷണം അങ്ങോട്ട് സമയമൊക്കെ ഒന്ന് തെറ്റിയ കാരണം, രാവിലത്തെ ഭക്ഷണം തന്നെ സമയം തെറ്റിയ കാരണം കൊണ്ട് നമുക്ക് ഉച്ചക്കലത്തെ ഭക്ഷണം ഞാൻ കഴിച്ചില്ല, സ്കിപ്പ് ചെയ്തു. ഇവിടെ ചുറ്റിനും കാണുന്നത് ഫുൾ മലനിരകളാണ്. എനിക്ക് തോന്നുന്നു ഒടിയൻ ഒക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം ഇതാണ്. കുറച്ചൊക്കെ ഭാഗങ്ങൾ സീക്വൻസുകൾ മറ്റേ പനയുടെ സീക്വൻസും കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഷൂട്ട് ചെയ്ത് ഈ ഭാഗത്താണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ വെള്ളം താരതമ്യേന കുറവാണ്. അപ്പോൾ ഇവിടെ വന്നിരുന്ന ആളുകളൊക്കെ കുറച്ച് പേര് പറഞ്ഞു വെള്ളം ഇതിനേക്കാളൊക്കെ കൂടുതൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോൾ വെള്ളത്തിൻ്റെ അത് കുറവാണ്. ഇത് ഡാമിൻ്റെ റിസർവോയറാണ്. അതായത് നമ്മുടെ ഡാം നിൽക്കുന്നത് ആ ഭാഗത്താണ്. അതിൻ്റെ പിൻഭാഗമാണ് കവ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ കവ ഐലൻഡിൽ നിന്നും വൈകിട്ട് 7 മണിയോടുകൂടി യാത്ര തിരിക്കുകയാണ് തൃശ്ശൂരിലേക്ക്. ഇനി വഴിയിൽ എവിടെയും നിർത്തുന്നില്ല, വീട്ടിലെത്തിയിട്ടാണ് ഭക്ഷണവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് ഫാമിലിയുമൊത്തുള്ള ഒരു 1 ഡേ ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വ്ളോഗുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അൺടിൽ ദെൻ ബൈ.